തെറ്റുപറ്റിപ്പോയി. എനിക്ക് മാപ്പ് തരണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മാപ്പ്? കണ്ണീര്? ഇത് ഞാൻ വിശ്വസിക്കണോ അല്ലേ? ഒന്ന് മാത്രം താനിപ്പോ അറിഞ്ഞാ മതി. താൻ എഴുതിയ ഓരോ വരിക്കും തന്നെ കൊണ്ട് കണക്ക് പറയിപ്പിക്കുമെന്ന് ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. തന്റെ കയ്യിലിരിപ്പ് വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയെ അറിയണം. ഇപ്പൊ തന്നെ അറിയിക്കും ഞാൻ. അച്ഛനെയും അമ്മയും വിളിച്ചോണ്ട് വരാതെ തന്നെ ഇനി എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. പൊയ്ക്കോ. വിഷമിക്കാതെ നമുക്ക് എന്തേലും ഒരു വഴി കണ്ടുപിടിക്കാന്നേ. എന്ത് വഴി? അച്ഛനെ വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാ മതിന്ന്. അച്ഛൻ ഇതറിഞ്ഞ അച്ഛനറിഞ്ഞ പ്രശ്നമാവുമല്ലേ? പ്രശ്നമാവൊന്നുമില്ല, എന്നെ കൊല്ലും, അത്രേ ഉള്ളൂ. അമ്മ ഇതോടെ എന്റെ പഠിത്തം അവസാനിപ്പിക്കുകയും ചെയ്യും. എന്താ ഇപ്പൊ ഒരു വഴി കണ്ടുപിടിക്ക? ക്ലാസ്സിൽ കയറാതെ കുറെ ദിവസം നടക്കാം. പക്ഷേ പ്രാക്ടിക്കൽ ചെയ്തില്ലെങ്കിൽ എനിക്ക് എക്സാം എഴുതാൻ കഴിയില്ല. ഫൈനൽ ഇയർ അല്ലേ. എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായേ പറ്റൂ. അല്ലെങ്കിൽ അമ്മ എന്റെ മാരേജ് ഉടനെ നടത്തും, അത് ഉറപ്പാ. എടി, നിനക്കിപ്പോ അച്ഛനെ വിളിച്ചോണ്ട് വന്ന് അരുൺ സാറിനോട് സംസാരിക്കണം. അമ്മ ഇതൊന്നും അറിയാനും പാടില്ല, അത്രയല്ലേ വേണ്ടു. അതിനൊരു വഴിയുണ്ട്. നിന്റെ അച്ഛന്റെ പേരും ജോലിയൊക്കെ ചോദിച്ചോ അയാള്? ഇല്ല. ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല. പറ്റിയ ഒരാളെ ഞാൻ കൊണ്ടുവരാം. കണ്ടാ നിന്റെ അച്ഛന്റെ പ്രൗഢിയും സൗന്ദര്യവും ഒക്കെ ഉള്ള ഒരാള്. 1000 രൂപയുടെ ചെലവേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. ഞാനാണല്ലോ ഇതിലേക്ക് നിന്നെ നിർബന്ധിച്ചു കൊണ്ടുവന്നത്. എന്റെ റബ്ബേ, നാടകം കളിക്കാനാ? ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരാളെ വേഷം കെട്ടിച്ചിട്ട്? അതൊന്നും അല്ല. ആർക്കൊരു സംശയം തോന്നാതിരുന്നാ പോരെ? എന്നാലും അത് വേണ്ട. ഇനി അതും പിടിക്കപ്പെട്ട അതോടെ എന്നെ കോളേജിൽ നിന്നും പറഞ്ഞു വിടും. നിനക്കൊക്കെ ഒരു ധൈര്യമില്ല, മണ്ണം കെട്ടിയില്ല. അതുകൊണ്ട് തന്നെ അടി കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച പോലെ ശരിയാവാത്തത്. എടി, ഇത് സിനിമയും നാടകമൊന്നും അല്ല, ജീവിതമാ. വിവരവും വിദ്യാഭ്യാസം ഉള്ളവരടുത്ത് തട്ടിപ്പാടി ചെന്നാലുണ്ടല്ലോ. ചെന്നില്ലെങ്കിലോ? പിന്നെന്താ അടുത്ത സൊല്യൂഷൻ പറ?
ക്ലാസ്സിൽ കയറാതെ അലഞ്ഞു നടന്ന് വേറെ രീതിയിൽ നിന്റെ ജീവിതം നീ തന്നെ കുളവാക്കും. അപ്പൊ ഇതൊന്നും ശ്രമിച്ചു നോക്കുകയല്ലേ വേണ്ടത്? എടി, മനസ്സുറപ്പുണ്ടെങ്കിൽ 99% കാര്യങ്ങൾ അനുകൂലമാവും. ബാക്കി 1% അല്ലേ? അതൊരു നിർഭാഗ്യത്തിന്റെ എലമെന്റാ. വെറുതെ ആദ്യം പിടിച്ച് കയറാൻ നോക്കണ്ട. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏയ് ചാരുലതേ, ഊണ് കഴിക്കണ്ടേ? കഴിക്കാം. ആഹാ, ഇവിടെ ഇരുന്ന് കഴിക്കാൻ പോവാ? ഡൈനിങ് റൂമിലേക്ക് പോണ്ടേ? ഇന്നെന്താ പതിവൊക്കെ മാറിയോ? ഇതെന്ത് പറ്റി? ഏയ് ഒന്നുമില്ല. വാ. ആ, ദാ തന്റെ ഫേവറേറ്റ് കൂട്ടുകറി. ഹാ, ഇതെന്താ ഇഡ്ഡലിയാ? രാവിലെ മടി പിടിച്ചോ? അതോ കൂടുതൽ നേരം കിടന്ന് ഉറങ്ങിപ്പോയോ? ഓ, ഇന്നലെ ആയിരുന്നല്ലോ വെഡിങ് ആനിവേഴ്സറി. ഫോൺ എടുക്ക്. കട്ട് ചെയ്തോ? ആരാ ചാരുലതേ? ഏതോ റോങ് നമ്പറാ. ചാരുലതേ, നീ ആകെ മൂഡ് ഓഫിലാ. എന്താ കാര്യം? ഏയ് ചേച്ചിക്ക് തോന്നുന്നതാ. സ്വിച്ച് ഓഫ് ചെയ്തല്ലേ? ഹലോ. ഹലോ ചാരു, ഞാനാ. അതെ, ചാരുലതയാണ്. പറയൂ. ചാരു, ഇത് ഞാനാ. ഞാൻ തന്നെ മൊബൈലിൽ എത്ര തവണ വിളിച്ചു, താൻ എടുക്കാത്തോണ്ടാ ലാൻഡ് ഫോണിൽ വിളിച്ചത്. ആ കത്തെഴുതിയ ആളെ മനസ്സിലായി. എന്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നൊരു പെൺകുട്ടിയാ. പേര് അമ്മു. അവൾ ഇങ്ങോട്ട് വന്ന് സമ്മതിച്ചതാ. അതറിഞ്ഞപ്പോ മുതല് തന്നെ ഒന്ന് അറിയിക്കാൻ ശ്രമിക്കാൻ ഞാൻ. എന്തിനാ അവള് ചെയ്തതെന്ന് ചോദിച്ചപ്പോ പറയാ, ക്ലാസ്സിൽ വെച്ച് വഴക്ക് പറഞ്ഞതിന് പക വീട്ടിയതാണെന്ന്. ചാരു, ഹലോ ഹലോ, നീ കേൾക്കുന്നില്ലേ? ഹലോ ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. എക്സ്ക്യൂസ് മീ. യെസ്. ഇവിടെ ജോലി ചെയ്യുന്ന ചാരുലത മാഡം ലെഫ്റ്റിൽ മൂന്നാമതിരിക്കുന്നയാ.
താങ്ക്സ്. ചാരുലത ചേച്ചിയല്ലേ? അതെ. ഞാൻ അമ്മു, ജയഭാരത് കോളേജിലെ BSc കെമിസ്ട്രി ഫൈനൽ ഇയർ സ്റ്റുഡന്റ്. എനിക്ക് ചേച്ചിയോടൊന്ന് സംസാരിക്കണം. പ്ലീസ്, അല്പസമയം എനിക്ക് തന്നേ പറ്റൂ. പ്ലീസ് ചേച്ചി. പ്ലീസ് ചേച്ചി, എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യ. ഞാൻ ആ കത്തെഴുതിയ അരുൺ സാർ നിരപരാധിയാ. അതെ, നീയും നിന്റെ അരുൺ സാറും കൂടി ചേർന്ന് സൃഷ്ടിച്ചെടുത്ത നാടകമല്ല ഇപ്പോഴത്തെ നിന്റെ ഈ വരവെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ശരി, അത് വിടാം. നീയാണ് ആ കത്ത് എഴുതിയതെന്ന് ഞാൻ വേണമെങ്കിൽ വിശ്വസിക്കാം. പക്ഷേ നീ എന്റെ ചോദ്യത്തിന് തൃപ്തികരമായി ഉത്തരം പറയണം. ചേച്ചി ചോദിച്ചോളൂ. അങ്ങനെ ഒരു ഊമക്കത്ത് നീ വെറുതെ എഴുതില്ല. അതിന് തക്കതായ കാരണം കാണും. അതെന്താ? അത് പിന്നെ കള്ളക്കഥ മെനയാൻ നോക്കരുത്. സത്യം പറയാമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അരുൺ സാറിനോടുള്ള വിരോധം കൊണ്ടാ. വിരോധം കൊണ്ടോ? എന്ത് വിരോധം? വിരോധം വരാൻ മാത്രം അരുൺ സാർ നിന്നോട് എന്ത് ദ്രോഹ ചെയ്തത്? ഞാനും ഫ്രണ്ട്സും കൂടെ ഒരു ദിവസം സാറിന്റെ ക്ലാസ് കട്ട് ചെയ്ത് നൂൺ ഷോ കാണാൻ പോയി. എങ്ങനെയോ സാർ അത് അറിഞ്ഞു. പിറ്റേന്ന് ക്ലാസ്സിൽ വെച്ച് ഞങ്ങളെ 3 പേരെയും ആ കാര്യം പറഞ്ഞ് പരിഹസിച്ചു. ഞങ്ങൾക്കത് സഹിച്ചില്ല. എന്നിട്ട് കുടുംബകലഹം ഉണ്ടാക്കാൻ നല്ലത് ഒരു പ്രേമലേഖനാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അരുൺ സാർ അവസാനം കൈയക്ഷരം നോക്കി ആളെ കണ്ടുപിടിക്കുമെന്ന് ക്ലാസ്സിൽ പറഞ്ഞു. ഞാൻ പേടിച്ച് കുറ്റം ഏറ്റു പറഞ്ഞു. പക്ഷെ ചേച്ചി, സാർ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിരിക്കുക. ഇതെങ്ങാനും എന്റെ വീട്ടിൽ അറിഞ്ഞ എന്റെ പഠിത്തം അതോടെ തീർന്നു. എല്ലാത്തിനും മാപ്പ് പറയാനാ ഞാൻ വന്നേ. ചേച്ചി പറഞ്ഞാൽ മാത്രമേ സാർ എന്നോട് ക്ഷമിക്കൂ. ആരുടെ കൈയക്ഷരം കത്തില്? എന്റെ. ഞാൻ ആ കത്തെഴുതിയ എഴുതിയ വരികളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? ആ കത്തിന്റെ കോപ്പി ഏത്? എന്ത് വലിയ തെറ്റാ നീ ചെയ്തെന്നറിയാമോ? എങ്ങനെയാ ഇങ്ങനൊക്കെ ചിന്തിക്കാൻ തന്നെ പറ്റിയത്? കാര്യം അറിയാതെ ഞാൻ. ചേച്ചി, മാപ്പ്. മാപ്പോ? എന്തിനാ നിനക്കിനി എന്റെ മാപ്പ്? അനുഭവിക്കാനുള്ളതൊക്കെ ഞങ്ങൾ അനുഭവിച്ചു തീർത്തില്ലേ? പൊയ്ക്കോ. ഇപ്പോഴെങ്കിലും ഇത് വന്ന് പറയാൻ തോന്നിയതിന് നന്ദിയുണ്ട്. ഇനി ഇവിടെ നിന്നാ ഞാൻ കടുത്തതെന്തെങ്കിലും പറഞ്ഞു പോ. പൊയ്ക്കോ.
എത്രയാ? 50. ചാരു, ദാ ചായ. വേണ്ട, എനിക്ക് ആരുടെയും ചായ വേണ്ട. ചാരു, കുടിക്കടിയത്. തൊണ്ടേന്ന് താഴെ ഇറങ്ങി പോകുന്ന അറിയണമല്ലോ. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഇല്ല, ഒന്നിനൊരു പരിധിയില്ല. എന്റെ കാര്യത്തിൽ അങ്ങനെയാ. അപർണ എന്ന പെണ്ണുമായി ഒരു ബന്ധവുമില്ല. ഇല്ല, സത്യം. വേറെ ഒരു പെണ്ണുമായും ഒരെടുപ്പമില്ല. ഇല്ല ചാരു. ഞാനല്ലാതെ ഒരു പെണ്ണിനെയും ഒരിക്കലും സ്നേഹിക്കില്ല. ഇല്ല. ഇനി ഒരു കാര്യം കൂടി ചെയ്യണം. ഈ കൈ കൊണ്ട് എന്റെ കവിളത്ത് തല്ല്. എന്താ ചാരു? എന്തിന്? ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അരുവിനെ സംശയിച്ചതിന്, ഇത്രയേറെ വേദനിപ്പിച്ചതിന് എനിക്കുള്ള ശിക്ഷ. ചാരു, എന്താ ഇത്? സാരമില്ല. നിന്റെ സ്ഥാനത്ത് ഏത് ഭാര്യയാണെങ്കിലും ചിലപ്പോ ഇതിൽ കൂടുതൽ. എന്നാലും നമ്മുടെ നല്ല കൂട്ടുകാരായിട്ട് ഞാൻ. സാരമില്ലടോ. എങ്ങനെ എനിക്ക് സത്യം ബോധ്യപ്പെട്ടെന്ന് അറിയണ്ടേ? ആ പ്രേമലേഖനത്തിന്റെ ഒറിജിനലാ. ആ പെൺകുട്ടി അമ്മു ഇന്ന് എന്നെ കാണാൻ ഓഫീസിൽ വന്നിരുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പോട്ടെ, ഇനി അതൊന്നും നമ്മൾ മനസ്സിൽ വെക്കണ്ട. കുട്ടികളല്ലേ. കുട്ടികൾ ചെയ്യുന്ന കാര്യമാണിത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്റെ മനസ്സ് ഇത്രയും നീറി പോഞ്ഞിട്ടില്ല. ശരിയാ, പക്ഷേ അവള് തെറ്റേറ്റു പറഞ്ഞില്ലേ? വേണമെങ്കിൽ പറയാതിരിക്കായിരുന്നല്ലോ. എന്നെ വന്ന് കാണാൻ അവൾക്ക് തോന്നിയില്ലായിരുന്നെങ്കിലോ? ഈ കത്തെന്നെ കാണിച്ചു തന്നില്ലായിരുന്നെങ്കിലോ? പോട്ടെ അരു, മറന്നേക്ക്. ശരി, ഞാൻ അവളെ ഇതിന്റെ പേരിൽ ടോർച്ചർ ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇനിയും അത് ആവർത്തിക്കണമെന്ന് തോന്നാതിരിക്കാൻ ചെറിയൊരു ഡോസ് അത് കൊടുക്കും. അത് അവൾക്ക് ഗുണമാവുകയുള്ളൂ. അതെ, അച്ഛൻ തൽക്കാലം ഇവിടെ തന്നെ നിന്നാ മതി. അരുൺ സാർ ഇപ്പൊ ക്ലാസ്സിലായിരിക്കും. സാറ് വന്നിട്ട് നമുക്ക് പോയി കാണാം. നിന്റെ അരുൺ സാർ എങ്ങനെ, ചൂടനാണോ? അതെ, ഒരു പരിധി കവിഞ്ഞ് താഴെ നിന്നും എന്നെ കിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, പേരിനൊരു സോറി പറയാം, അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു മിനിറ്റ്. ഹലോ, പറ.
അത് ശരി. ആ. ശ്രീധരൻ സാറ് മോൾ കാണും. സർ ഉം. സർ ഇതിന്റെ അച്ഛനാ. ആ. മിസ്റ്റർ അരുൺകുമാർ അല്ലേ? യെസ്. ഐ എം അഡ്വക്കേറ്റ് രാധാകൃഷ്ണ മേനോൻ. ഇവിടുത്തെ ബാറിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. കാണേണ്ട ആവശ്യം വന്നിട്ടില്ല. അമ്മു കാര്യങ്ങളൊക്കെ പറഞ്ഞോ? യെസ്. ഇവള് അത്ര വലിയ കുഴപ്പക്കാരിയൊന്നല്ല സാർ. എൻ്റെ മകളെ ന്യായീകരിക്കൊന്നല്ല. ഇവളുടെ ഫ്രണ്ട്സും ഇതിന് പിന്നിലുണ്ട്. എനിവേ, ചെയ്തത് തെറ്റന്നെ. സാറിന് എന്ത് ശിക്ഷ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇവളുടെ പഠനത്തെ ഒരിക്കലും അത് ബാധിക്കരുത്.